ഫ്രണ്ട്സ്, നാളെ എനിക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ബിഫോർ ഫങ്ഷൻ അതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും, എങ്ങനെ ആ ഫങ്ഷന് വേണ്ടി ഗ്ലോ ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ടിപ്പ് ആൻഡ് വീഡിയോസാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഓയിൽ മസാജറാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ ഒരു ഓയിലാണ്. ഫേസിനും ബോഡിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് എടുക്കുക, like this. അപ്ലോഡായിട്ട് നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നല്ല കഴുകുക. അതാണ് സെക്കൻഡായിട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു ബൗളിൽ ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ ടിഷ്യൂ എടുത്തിട്ടുണ്ട്, ഒരു ബൗളിൽ പാലെടുത്തിട്ടുണ്ട്. ഫേസിൽ നല്ലപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ബെസ്റ്ററാണ് നമ്മൾ ചെയ്യുന്നതിൽ, ഇത് ബെസ്റ്റ് ക്ലെൻസറാണ്. കൈ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് മസാജ് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഫേസ് കഴുകിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്ത ക്ലെൻസിന് വേണ്ടിയിട്ട് എടുത്ത പാലിനകത്തേക്ക് 1 സ്പൂൺ കടലമാവും 1 സ്പൂൺ കാപ്പിപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്.
10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഐ കാൻ സീ ഒരു നേരത്തേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. ഇനി അടുത്തത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. നൈസായിട്ട് ചെറിയ രീതിക്കൊന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് പോകുന്ന രീതിക്ക് സ്ക്രബ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫേസ് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്കിവിടെ വേണ്ടത് 2 സ്പൂൺ, ചെറിയ സ്പൂണിലാണ് 2 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആൻഡ് ദെൻ 2 സ്പൂൺ അപ്ലൈ ടു ദ ഫേസ്. നിങ്ങളതിൽ ഹണി ഉണ്ടെങ്കിൽ ഹണി ചേർക്കാവുന്നതാണ്. ഇറ്റ്സ് ഗുഡായിരിക്കും ഹണി ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് പാക്ക് ഫേസിലിട്ടാലും അത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ ഫേസ് ഒരു കളറും നെക്ക് ഒരു കളറും വ്യത്യാസം നല്ല രീതിയിൽ വരും. അപ്പോൾ അത് ഭയങ്കര കാണാൻ അത്ര സുഖം ഉണ്ടാവില്ല, ഒരു വൃത്തികേടായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തിട്ടാലും നെക്ക് ഏരിയയിലും കൂടെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ജെല്ലി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ. നമ്മുടെ മൂക്കിലും അതേപോലെ ഈ താടിയുടെ ഈ ഭാഗത്തും കയറിക്കും ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് നല്ല രീതിയിലേക്ക് ഉണ്ടാവുക. അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വൺസ് ഡൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് വെക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പം ഞാൻ അതും ഫേസ് നല്ലൊരു വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഡിഫറൻസ്. നെക്സ്റ്റ് നമുക്ക് ഫേസ് മാസ്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹാഫൊന്നുമില്ല, ഒരു പിടി ബനാന എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കൈ വെച്ച് തന്നെ കൊടുക്കുക. കൈ വെച്ച് നല്ല ഞെരുടി കൊടുക്കുക. ഇതേപോലെ സ്മാഷായിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മളിനി വേണ്ടത്, നിങ്ങൾക്ക് ഹണി ഉണ്ടെങ്കിൽ ഹണി ചേർക്കാം. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഹണി തീർന്നു പോയി. അപ്പോൾ ഇതിലേക്ക് ഹണി ഉണ്ടെങ്കിൽ ഹണി ചേർക്കാം. അതുകൊണ്ട് ഞാനവിടെ ചേർക്കുന്നത് റോസ് വാട്ടർ. എനിക്ക് ഹണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ റോസ് വാട്ടറാണ് ചേർക്കുന്നത്. അത് വെച്ച് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ കിട്ടും. ഇതിലേക്ക് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞപ്പൊടിയാണ്. കസ്തൂരി മഞ്ഞളാണ് എടുത്തേക്കുന്നത് കേട്ടോ, സാധാ മഞ്ഞളല്ല, കസ്തൂരി മഞ്ഞളാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ ആഡ് ചെയ്തിട്ട് കുറച്ചൊരു നുള്ളിട്ടാൽ മതി കേട്ടോ. അതും നല്ലപോലെ സ്മാഷ് ചെയ്യുക.
ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ള് ഫേസിലും നെക്കിലുമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ്സ് വെച്ച് വാഷ് ഔട്ട് ചെയ്യും. നല്ല ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ ഫേസിൽ. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് എൻ്റെ ഫേസിലും നെക്കിലും കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മസാജിങ് ക്രീമാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് വെരി ഈസി. ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനും റോസ് വാട്ടറുമാണ്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസ് ഈ മാസ്ക് എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്, ഐ ലൈക്ക് ദിസ്. നല്ലതാണിത്. അപ്പോൾ കുറച്ച് റോസ് വാട്ടർ, 4-5 ഡ്രോപ്സ് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ആൻഡ് ഗ്ലിസറിൻ ഓൾസോ. ഓക്കെ, ആൻഡ് റബ് ലൈക്ക് ദിസ്. ഫേസിന് നല്ലപോലെ റബ് ചെയ്ത് കൊടുക്കുക. നെക്ക് ഓൾസോ. ഫേസിന് നല്ലപോലെ റബ് ചെയ്ത് കൊടുക്കുക. നെക്ക് ഓൾസോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോണതിന് മുന്നേ ഇങ്ങനെയാണ് ഞാൻ സ്കിന്നിന് കെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന്.